ഹലോ ഗൈസ്, ഇറ്റ്സ് മൈ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം, ഇറ്റ്സ് മൈ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് അസ്ലിൻ ബിജു വർഗീസ് ആണ്. അസ്ലിൻ ബിജു വർഗീസിനെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാം. അപ്പോൾ അസ്ലിൻ ബിജു നമ്മുടെ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. സ്വാഗതം അസ്ലിൻ ബിജു. കർക്കിടകത്തെ പഞ്ഞമാസം എന്ന് വിളിക്കാനുള്ള കാരണം? കേരളം ഒരു കാർഷിക സംസ്ഥാനമാണ്. കൃഷിയെ ആശ്രയിച്ച് മാത്രമാണ് കേരളീയർ ജീവിച്ചിരുന്നത്. കർക്കിടക മാസത്തിൽ ധാന്യങ്ങളും എല്ലാം തീർന്നു പോകും. അതുകൊണ്ടാണ് കർക്കിടക മാസത്തെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നത്. കർക്കിടക മാസത്തെ രാമായണ മാസം എന്ന് വിളിക്കാനുള്ള കാരണം? കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും വീടുകളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണം നടത്താറുണ്ട്. അതുകൊണ്ടാണ് കർക്കിടക മാസത്തെ രാമായണ മാസം എന്ന് വിളിക്കുന്നത്. ആയുർവേദ ചികിത്സയ്ക്ക് കർക്കിടക മാസത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? കർക്കിടക മാസം പൊതുവെ മഴക്കാലമാണ്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് പൊതുവെ ജോലിയൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പൊതുവെ സമയം കണ്ടെത്തുന്നു. ആരോഗ്യ സംരക്ഷണത്തിനായി ഔഷധക്കഞ്ഞിയും എണ്ണ തേച്ചുള്ള കുളിയും നടത്താറുണ്ട്. കർക്കിടക മാസത്തെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? രാമായണ പാരായണവും പിതൃക്കൾക്കുള്ള ബലിതർപ്പണവും പിള്ളേരോണവും കർക്കിടകത്തിലാണ്. കർക്കിടകത്തെ കുറിച്ച് എന്തെങ്കിലും പഴഞ്ചൊല്ലുകൾ അറിയാമോ? കർക്കിടകം കറുത്താൽ ചിങ്ങം വെളുക്കും. കർക്കിടകത്തെ കുറിച്ചുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നന്ദി, നമസ്കാരം.